ഇത്ര വർഷം നല്ല ക്രോണിക് ബാച്ചലറായിട്ട് ഒരുപാട് പെൺകുട്ടികളുടെ ആരാധന ഏറ്റുവാങ്ങി നടന്ന ഒരാള് ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നപ്പോ കല്യാണം വിളിച്ചിട്ട് വരാൻ പറ്റിയില്ല. വെരി ഗുഡ്. ഞാൻ തുടക്കം മുതലേ പറഞ്ഞിരുന്നു എന്റെ ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളത്. ഞാൻ ഇന്റർവ്യൂകളും പറഞ്ഞിരുന്നു, അന്ന് ആരും വിശ്വസിച്ചില്ല. എന്റെ ഒരു സ്വഭാവ രീതിയും വെച്ചിട്ട് GP ഇയാളെ കല്യാണം കഴിക്കും, GP ഇയാളെ കല്യാണം കഴിക്കും, GP ഇയാളെ കല്യാണം കഴിക്കുന്ന ഞങ്ങൾ വിചാരിച്ചിരുന്നു. കല്യാണത്തിന് മുമ്പുള്ള GP ആണോ കല്യാണത്തിന് ശേഷമുള്ള GP ചോദിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണെന്നുണ്ടെങ്കിൽ ഞാൻ കല്യാണത്തിന് കഴിച്ചത് എന്തിനാ? 25-ാം വയസ്സുള്ള GP അല്ല 30-ാം വയസ്സുള്ള GP. അതുകൊണ്ട് GPക്ക് GP ആയിട്ട് ഒരു കാലത്ത് ഇരിക്കാൻ പറ്റിയിട്ടില്ല. കാരണം GP കീപ്സ് ഇവോൾവിംഗ്, കീപ് ഗ്രോയിങ്. ഞാനൊരു സംഭവത്തെ റിസീവ് ചെയ്യുന്നത് വളരെ വലുതായിട്ടാണ്. അപ്പൊ ഞങ്ങൾ പഠിച്ച സ്കൂളിലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, അതുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ പോയപ്പോ പൂരത്തിന് ഒരു ആന, ആ ആന ഉണ്ടല്ലോ, ഒരു ആന, അത്രേ ഉള്ളൂ. അത് ഏത് രീതിയിൽ വേണമെങ്കിലും ആ ലൈഫിൽ അതിനെ പെർസീവ് ചെയ്യാം. പൂരത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ കണ്ടതിനേക്കാൾ വലുതായിട്ടാണ് ഞാൻ അത് നിങ്ങളുടെ അടുത്ത് പറയാം. അപ്പൊ എന്റെ ഒരു നെറേറ്റീവ് സ്കിൽസും കൂടെ അതിൽ വരും. ആക്ടർ എന്നുള്ള ഫേസ്, ആങ്കർ എന്നുള്ള ഫേസ്, ഇൻഫ്ലുവൻസർ എന്നുള്ള ഫേസ്, ഇതൊക്കെ മാറ്റി വെച്ചാൽ who are you? ഇതൊന്നും മാറ്റി വെക്കാൻ തന്നെ who are you എന്നുള്ള ഉത്തരം കിട്ടുന്നില്ല. അപ്പൊ ഇതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ വെൽക്കം ടു ഓഫ് സ്ക്രിപ്റ്റ്. താങ്ക് യു. നമ്മളിപ്പോ സ്ക്രിപ്റ്റ് ഇല്ലാത്ത കാര്യങ്ങൾ മാത്രമാണ് സംസാരിക്കുക. അതാണ് കൂടുതൽ താല്പര്യം. അതെ, നമ്മൾ കുറെ നാളായി കണ്ടിട്ട്. കുറച്ചായി. കല്യാണം വിളിച്ചിട്ട് വരാൻ പറ്റിയില്ല. വെരി ഗുഡ്. വളരെ നന്നായി. കൺഗ്രാറ്റുലേഷൻ. ഓക്കെ, അപ്പൊ ടു സ്റ്റാർട്ട് വിത്ത്, ഈ ഒരു ആക്ടർ എന്നുള്ള ഫേസ്, ആങ്കർ എന്നുള്ള ഫേസ്, ഇൻഫ്ലുവൻസർ എന്നുള്ള ഫേസ്, ഇതൊക്കെ മാറ്റി വെച്ചാൽ ഇതിനൊക്കെ അപ്പുറത്ത് who are you? ഇതൊന്നും മാറ്റി വെക്കാൻ തന്നെ who are you എന്നുള്ള ഉത്തരം കിട്ടുന്നില്ല. അപ്പൊ ഇതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലൈഫ് ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുന്ന ഒരു വ്യക്തി. അതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഈ സംഭവങ്ങളാണെങ്കിലും, ഞാൻ ചെയ്യുന്ന യാത്രകളാണെങ്കിലും, ഇപ്പൊ ഇവിടെ വന്നിരുന്ന് തരുന്ന ഇന്റർവ്യൂ ആണെങ്കിലും, ഐ ഫൈൻഡ് ഹാപ്പിനെസ് ഇൻ ഇറ്റ്. അല്ലെങ്കിൽ ഐ ട്രൈ ടു എൻജോയ് ഇറ്റ്. ഞാൻ അതിനെ ആസ്വദിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എനിക്ക് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെലിബ്രേഷൻ ആണ്, എനിക്കൊരു ആഘോഷമാണ്. എല്ലാ ചെറിയ കാര്യങ്ങളും എല്ലാ വലിയ കാര്യങ്ങളും ഒരു ആഘോഷമാണ്. ദാറ്റ് ഇസ് വാട്ട് ഐ ആം. അതെ, ഈ ചെറിയ കാര്യങ്ങളെ ആഘോഷിക്കാൻ ആക്ച്വലി ഡിഫിക്കൽട്ട് ആവുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുക. എല്ലാവരും വലിയ വലിയ അച്ചീവ്മെന്റ്, എന്താണ് വാട്ട് ഈസ് ദ നെക്സ്റ്റ് ബിഗ് തിങ് എന്ന് ആലോചിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കാലത്താണ്. അപ്പൊ എങ്ങനെ ഈ കുഞ്ഞു കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക? എനിക്ക് തോന്നുന്നത് ശീലത്തിന്റെ ഭാഗമാണെന്ന് തോന്നുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പം മുതലേ ഉള്ള ലൈഫിലുള്ള ഒരു ശീലത്തിന്റെ ഭാഗമായിട്ടാണത്. അതിനെ ഒരു വേറെ രീതി പറഞ്ഞാൽ, ഇപ്പൊ എന്റെ ചെറുപ്പത്തിലുള്ള ഫ്രണ്ട്സ് ഒക്കെ പറയും, ഇപ്പൊ നാട്ടിൽ നടക്കുന്ന ഒരു പൂരം, അപ്പൊ അതിനെ കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവര് ആ പൂരം പോയി കാണുമ്പോ ഞാൻ പറഞ്ഞതിന്റെ പകുതി പോലും ഉണ്ടാവില്ല എന്ന് പറയും. അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ എനിക്കെല്ലാം ഇപ്പൊ ഞാനൊരു സംഭവത്തെ റിസീവ് ചെയ്യുന്നത് വളരെ വലുതായിട്ടാണ്. അപ്പൊ എന്റെ അടുത്ത് എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയുന്ന ഒരു കാര്യമാണ്, അവൻ പഠിക്കുന്ന സ്കൂള്, അവൻ കാണുന്ന പൂരം, അവൻ പോകുന്ന സ്ഥലം, ഇതൊക്കെ ഭയങ്കര സംഭവമാണ്. ഇതേ സ്ഥലം നമ്മൾ പോയി നോക്കി കഴിഞ്ഞാൽ തോന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഞാൻ അതിനെ എടുക്കുന്നതും കൂടെ അങ്ങനെയാണ്. അപ്പൊ അത് ശീലത്തിന്റെ ഭാഗമായി മാറി. ഒന്ന്, ഞാൻ ഇങ്ങനെ ഒരു സംസാരപ്രിയനും കൂടി ആയതുകൊണ്ട് ഞാൻ എന്തിനെ കുറിച്ച് പറയുമ്പോഴും ഒരു എലമെന്റ് ഓഫ് എക്സാജറേഷൻ, ഒരു എലമെന്റ് ഓഫ് നരേഷൻ വരും. അപ്പൊ ഞങ്ങൾ പഠിച്ച സ്കൂളിലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, അതുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ പോയപ്പോ പൂരത്തിന് ഒരു ആന, ആ ആന ഉണ്ടല്ലോ, ഒരു ആന, അത്രേ ഉള്ളൂ. അത് ഏത് രീതിയിൽ വേണമെങ്കിലും ആ ലൈഫിൽ അതിനെ പെർസീവ് ചെയ്യാം. പക്ഷെ എനിക്ക് തോന്നുന്ന അപ്പൊ ഇത് എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള എന്റെ കൂടെ ഇപ്പൊ ഞാൻ UKG-യിലാവുമ്പോ LKG-യിലായിരുന്ന ശ്വേത എന്ന് പറഞ്ഞിട്ടുള്ള എന്റെ ഫ്രണ്ട് ഉണ്ട്. അപ്പൊ അവള് പറയുന്ന, അപ്പൊ അവള് കല്യാണത്തിന് വന്നപ്പോ പോലും കല്യാണത്തിന്റെ പ്രസംഗത്തിൽ കല്യാണത്തിന് നമ്മളെ കുറിച്ച് സംസാരിക്കുന്ന ഭാഗമായിട്ട് അവളിപ്പോ സ്റ്റേറ്റ്സിലാ, ഇതിനായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാ. അപ്പൊ ചില ആൾക്കാരെ പോലെ കല്യാണം അറ്റൻഡ് ചെയ്യാതെ ഇവിടെ ഉണ്ടായിട്ട് അറ്റൻഡ് ചെയ്യാതെ ഇരുന്നതല്ല. അപ്പോ അന്നും അവള് പറഞ്ഞൊരു പോയിന്റ്, അങ്ങനെ ഞാൻ പെട്ടെന്ന് വീണ്ടും ഇത് റിമൈൻഡഡ് ആയത്. അപ്പം ഞങ്ങളുടെ എന്ന് പറയുന്നത് ചൈൽഡ്ഹുഡ് മെമ്മറീസ് ആണ്. ഞങ്ങൾ സ്കൂളിംഗ് ആയിരുന്നു ഒരുമിച്ച്, അതും ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ്, തേർഡ് സ്റ്റാൻഡേർഡ് ടിൽ 10th ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അപ്പൊ ആ ചെറുപ്രായത്തിൽ തന്നെ ഞാൻ ഇങ്ങനെയായിരുന്നു എന്നാണ് എന്റെ സുഹൃത്തുക്കൾ പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത് അതിന്റെ ശീലത്തിന്റെ ഭാഗമാണ്, ഒരു ദിവസം കൊണ്ട് ചെയ്യേണ്ട ഒരു സംഭവമല്ല. ഒന്നുകിൽ എനിക്ക് തോന്നുന്നത് ഞാൻ ജനിച്ചപ്പോ ഉണ്ടായിരുന്ന എന്റെ ആറ്റിറ്റ്യൂഡിനെ നഷ്ടപ്പെടുത്താതെ ഞാൻ ശ്രമിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതാണ് എനിക്ക് കൂടുതലായി തോന്നുന്നത്. ഞാൻ ചെറുപ്പം മുതലേ എങ്ങനെയായിരുന്നു, പിന്നെ ഏതെങ്കിലും ഒരു ഘട്ടത്തിലെത്തി നമ്മളുടെ അത് ആ ഒരു ട്രെയ്റ്റ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെടാതെ സോഫാർ കൊണ്ടുപോകാൻ സാധിച്ചു. ശീലമായ കാര്യങ്ങളെ നമുക്കത് ജീവിതത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പൊ അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര, ഇപ്പൊ ഇതൊരു പെട്ടെന്ന് അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ വളരെ
സെൻസിറ്റീവ് ആയിട്ട് ഉള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഈ ഒരു എക്സാജറേഷൻ ആ കാര്യത്തിൽ വരാറുണ്ടോ? ഉണ്ട്. ഞാൻ ചെയ്യുന്ന കോൺഷ്യസ് ആയി ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ എന്റെ ഡിസപ്പോയിന്റ്മെന്റ്സ്, എന്റെ ഫ്രസ്ട്രേഷൻസ്, എന്റെ ഇറിറ്റേഷൻസ്, നമ്മൾ ഈ പറയുന്ന സോ കോൾഡ് അൺപ്ലസന്റ് ഇമോഷൻസ് ഉണ്ടല്ലോ, അതിലേക്ക് ഞാൻ എനർജി കൊടുക്കാതിരിക്കുകയാണ് ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എക്സാജറേഷൻ രണ്ടിലും സാധിക്കും. അപ്പൊ ദ മൊമെന്റ് ഞാൻ ഓവർ തിങ്കിങ്, ഇപ്പം ഞാൻ ഒരുപാട് തിങ്ക് ചെയ്യുന്ന ഒരാളാണ്, പക്ഷെ എന്റെ തിങ്കിങ് എന്ന് പറയുന്നത് അധികം ഓവർ തിങ്കിങ് അല്ല. ഞാൻ ചിന്തിക്കുക അടുത്ത് എന്ത് ചെയ്യണം, മറ്റേ ഇൻഫ്ലുവൻസർ സ്പേസ് ആണെങ്കിൽ അടുത്ത് എന്ത് ചെയ്യണം, ആക്ടർ സ്പേസ് ആണെങ്കിൽ എന്ത് ചെയ്യണം, ഹോസ്റ്റിംഗ് സ്പേസ് ആണെങ്കിൽ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള തോട്ടുകളിലേക്ക് മുഴുകാനാണ്, അല്ലെങ്കിൽ അത് എന്റെ ശീലമാക്കാനാണ് ശ്രമിക്കുക. പക്ഷെ ദ മൊമെന്റ് ഞാൻ ആൻസൈറ്റി ഓറിയന്റഡ് ചിന്തകളിലേക്ക് പോയി കഴിഞ്ഞാലും ഈ ട്രേറ്റ് ഇതേപോലെ അവിടെ അപ്ലിക്കബിൾ ആണ്. ഞാൻ എന്റെ ഹാപ്പിനെസിനെ എക്സാജറേറ്റ് ചെയ്യുന്ന പോലെ തന്നെ എന്റെ സങ്കടങ്ങളും സംഭവങ്ങളും ഒക്കെ വലുതാവും. അതുകൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിലേക്ക് അധികം എനർജി കൊടുക്കില്ല. ഞാൻ എന്നെ അതിൽ നിന്ന് ഡിസ്ട്രാക്റ്റഡ് ആക്കും, കോൺഷ്യസ് ആയിട്ട് അവിടുന്ന് മാറി നടക്കാൻ ശ്രമിക്കും. അതിന്റെ ഒരു ഭാഗമാണ് ഞാൻ ഇത് ഒരാളുടെ അടുത്ത് ഷെയർ ചെയ്യില്ല. കാരണം അത് എന്റെ ശീലത്തിന്റെ ഭാഗം. കാരണം ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് പുതിയ പുതിയ ഐഡിയാസ് കിട്ടും. ഇൻ ദ സെൻസ് ഞാൻ അതുവരെ ചിന്തിക്കാത്ത ആൻസൈറ്റീസിലേക്കുള്ള കൂടുതൽ ഡെപ്ത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു പൂരത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ കണ്ടതിനേക്കാൾ വലുതായിട്ടാണ് ഞാൻ അത് നിങ്ങളുടെ അടുത്ത് പറയാ. അപ്പൊ എന്റെ ഒരു നെറേറ്റീവ് സ്കിൽസും കൂടെ അതിൽ വരും. ഇതേപോലെ എന്റെ സങ്കടത്തെ നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ ഞാൻ സങ്കടപ്പെട്ടതേക്കാൾ കൂടുതൽ ഡെപ്തിലാണ്, അതുവരെ ഇല്ലാത്ത പോസിബിലിറ്റീസും കൂടെ ഞാൻ ചിന്തിച്ച് ഞാൻ സങ്കടപ്പെടും. അതുകൊണ്ട് ഞാൻ അധികം എന്റെ ആ ഒരു ഏരിയ വളരെ, എനിക്ക് കുട്ടിക്കാലം മുതലേ ഇതൊരാളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ട് സമാധാനത്തിലേക്ക് എത്തുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്വഭാവം ഇല്ല. ഈ സാധനത്തിന് ഞാൻ എന്റെ അടുത്ത് പോലും അധികം ഷെയർ ചെയ്യില്ല. ഞാൻ അതിൽ നിന്ന് സപ്രഷൻ ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ അതിനെ ഡിസ്ട്രാക്ഷൻ ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. കുറച്ച് കഴിഞ്ഞാൽ അത് സെറ്റിൽ ആവും. എന്ന് വെച്ചാ സപ്രസ് ചെയ്താൽ ചിലപ്പോൾ സെറ്റിൽ ആവില്ല. ഞാൻ കോൺഷ്യസ് ആവും അതിനെ കുറിച്ച്, ഞാൻ അവെയർ ആവും. ഇപ്പൊ ഞാന് അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ അത് മാത്രമേ ഞാൻ ചിന്തിക്കുള്ളൂ. പക്ഷേ ഞാൻ പലപ്പോഴും ചെയ്യുന്നത് ഇപ്പോഴും വിഷമാണല്ലേ, ഓക്കെ, ഇപ്പോഴും എനിക്ക് ആ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ, ഞാൻ അതിനെ കുറിച്ച് കോൺഷ്യസ് ആവുള്ളൂ. പക്ഷെ ഞാൻ അത് എവിടെയും ഷെയർ ചെയ്യില്ല. ഇത് മാറാനുള്ള സമയമായില്ല ഇതുവരെ എന്നുള്ള രീതിയിൽ ഞാൻ എന്നെ അനലൈസ് ചെയ്ത് പോകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് സെറ്റിൽ ആവുക ചെയ്യാം. ഇതൊന്നും വരില്ല എന്നുള്ള അതല്ല ഞാൻ പറയാം. പക്ഷെ ഞാൻ എന്റെ സന്തോഷം, എന്റെ ബാക്കി സംഭവങ്ങൾ ആഘോഷിക്കുന്ന പോലെ ഇത് അധികം ആഘോഷിക്കാം. അതും എനിക്ക് തോന്നുന്നു ശീലത്തിന്റെ ഭാഗമാണെന്ന് തോന്നുന്നു. അതും ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, പണ്ട് മുതലേ ഉള്ള ഒരു സ്റ്റൈൽ ഓഫ് രീതികളാണ്. പലപ്പോഴും അതുകൊണ്ട് എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പല സുഹൃത്തുക്കളും എന്റെ അടുത്ത് പറയാറുണ്ട്, ഞങ്ങളുടെ പ്രശ്നമൊക്കെ നിന്റെ അടുത്ത് പറയുന്നുണ്ട്, നീ നിന്റെ ഒരു പ്രശ്നം പോലും എന്റെ അടുത്ത് ഷെയർ ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ. അത് പലപ്പോഴും കേൾക്കാറുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇത് എന്റെ രീതി അതാണെന്ന്. അത് അവരെ ട്രസ്റ്റ് ചെയ്യാനിട്ടൊന്നുമല്ല. ഞാൻ അങ്ങനെ പറയാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉറക്കം പോകും, എന്റെ ഉറക്കം പോകും. അതുകൊണ്ട് അവര് വിചാരിക്കുന്ന ഇന്റൻസിറ്റിയിലൊന്നും അല്ല ഞാൻ ഈ സാധനം നിസ്സാരമായ ഒരു പ്രശ്നത്തിനെ വലുതാക്കാനുള്ള. അതുകൊണ്ട് ഒരിക്കലും ഇതിൽ നിന്ന് ഇത് സപ്രസ് ചെയ്യോ, ഇത് പുറത്ത് കാണിക്കാതിരിക്കുക, ഇതൊന്നും അല്ല കേട്ടോ. ഇത് ഞാൻ ഒരാളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴും പലരും എന്റെ അടുത്ത് പറഞ്ഞിട്ട് ഞങ്ങളും എങ്ങനെയാ ഉള്ളിലുള്ള വിഷമം പുറത്ത് കാണിക്കില്ല. വിഷമം പുറത്ത് കാണിക്കാത്തല്ല, ഞാൻ വിഷമത്തെ മൈൻഡ് ചെയ്യാത്തതാണ്. അല്ലെങ്കിൽ വിഷമത്തിൽ ഞാൻ ഒരുപാട് എനർജി കൊടുക്കുന്നില്ല, അതിൽ നിന്നും മാറി നടക്കാൻ നോക്കും. അതാണ് ഞാൻ ചെയ്യുന്നത്. അതിനെ ഞാൻ പുറത്ത് കാണിക്കാതെ അഭിനയിക്കുക അങ്ങനത്തെ ശ്രമങ്ങളൊന്നും ഞാൻ നടത്താറില്ല. അതിൽ നിന്ന് നമ്മളൊരു ഡിസ്റ്റൻസ് ചെയ്യാൻ എപ്പോഴും ശ്രമിക്കും. പ്രശ്നം വരുമ്പോൾ ഇമോഷണലി കാണാതെ കുറച്ച് ലോജിക്കലായിട്ട് അതിനെ ശ്രമിക്കും. സന്തോഷം വരുമ്പോ അതിനെ ലോജിക്കലി കാണാതെ അതിനെ ഞാൻ ഇമോഷണലായിട്ട് ഭയങ്കരമായിട്ട് ഹാപ്പിയാക്കും. ഇതാണ് ശ്രമിക്കുന്നത്. എപ്പോഴും ഇത് വിജയിക്കണമെന്നില്ല, പക്ഷെ ഒട്ടുമിക്ക സമയത്തും ഈ സിസ്റ്റമായിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. അടിപൊളി. ഒരു റിലേഷൻഷിപ്പിന്റെ സ്പേസിലേക്ക് വരുമ്പോ, അതും ഇത്ര വർഷം നല്ല ക്രോണിക് ബാച്ചലർ ആയിട്ട് ഒരുപാട് പെൺകുട്ടികളുടെ ആരാധന ഏറ്റുവാങ്ങി നടന്ന ഒരാള് ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നപ്പോ പുറമേ നിന്ന് നമുക്ക് നോക്കുമ്പോൾ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ടു സീ യു ടുഗദർ. സോ എങ്ങനെയായി ഒരു റിലേഷൻഷിപ്പിന്റെ ഇതിലേക്ക് ആ ഒരു ട്രാൻസിഷൻ എങ്ങനെയായിരുന്നു? ഞാനൊരു ഓവർ എ പീരീഡ് ഓഫ് എനിക്ക് തോന്നുന്നു ഒരു കോവിഡ് ലോക്ക്ഡൌൺ ടൈമൊക്കെ ആയപ്പോഴാണ് ഞാൻ ശരി ഇനി കല്യാണത്തെ കുറിച്ച് ആലോചിക്കാം എന്നുള്ളൊരു സ്പേസിലേക്ക് വന്നു തുടങ്ങിയത്. അതിന് മുമ്പൊക്കെ പല സമയത്തും വീട്ടിൽ നിന്ന് കല്യാണം ആലോചിച്ചു തുടങ്ങി. ഞാൻ തുടക്കം മുതലേ പറഞ്ഞിരുന്നു എന്റെ ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളത്. ഞാൻ ഇന്റർവ്യൂകളും പറഞ്ഞിരുന്നു, അന്നാരും വിശ്വസിച്ചില്ല എന്റെ ഒരു സ്വഭാവ രീതിയും വെച്ചിട്ട്. ഞാൻ വീട്ടിലും അത് പറഞ്ഞിരുന്നു. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, എല്ലാം വളരെ ഹെൽത്തി ഫ്രണ്ട്ഷിപ്പാണ്. അതുകൊണ്ട് തന്നെ
ഞാനൊരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിൽ അങ്ങനെ ഒരു പ്രണയിച്ച് അങ്ങനത്തെ ഒരു സ്പേസ് എനിക്ക് ഇന്ന് കാണുന്നുണ്ടായിരുന്നില്ല എനിക്ക് എന്നെ തന്നെ. കാരണം എനിക്ക് ഇത് ജിപിയുടെ ഗേൾഫ്രണ്ട് ആണോ എന്ന് തെറ്റിദ്ധരിക്കുന്ന രീതിയിലുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. കാരണം കല്യാണം കഴിച്ചപ്പോഴും പല ആൾക്കാരും കമന്റ് ചെയ്തിരുന്നു, ജിപി ഇയാളെ കല്യാണം കഴിക്കും, ജിപി ഇയാളെ കല്യാണം കഴിക്കും, ജിപി ഇയാളെ കല്യാണം കഴിക്കുന്ന ഞങ്ങൾ വിചാരിച്ചിരുന്നു. അപ്പൊ ഇവരൊക്കെ ആയിട്ട് ഇപ്പോഴും എനിക്ക് ബന്ധമുണ്ട്. ഇവരൊക്കെ എന്റെ കല്യാണത്തിന് വന്ന് ഡാൻസും പാട്ടും ചെയ്ത് കല്യാണം ഓർഗനൈസിംഗ് ഭാഗമായിട്ടുള്ള ആൾക്കാരാണ്. ഇന്നും അവരായിട്ട് വളരെ നല്ല സൗഹൃദം പുലർത്തുന്നൊരു ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു പേഴ്സണിലേക്ക് ഞാൻ കമ്മിറ്റഡ് ആവും എന്നുള്ളൊരു തോന്നൽ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു അറേഞ്ച്ഡ് കല്യാണം കഴിക്കുകയാണെങ്കിൽ അറേഞ്ച്ഡ് മാരേജ്. കല്യാണം കഴിക്കില്ല എന്നുള്ളത് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രയോറിറ്റീസ് ഡിഫറെന്റ് ആയിരുന്നു. ഞാൻ ഒരു ആക്ടറായിട്ട് എന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള സ്ട്രഗിൾസിൽ അല്ലെങ്കിൽ അതിന്റെ എക്സൈറ്റ്മെന്റിൽ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പുതിയ രീതിയിൽ എന്നെ തന്നെ ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ ഞാൻ എന്നെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഒരുപാട് പരസ്യങ്ങളുടെ ഭാഗമാവുന്ന ഒരു വ്യക്തിയാണ്, ഒരുപാട് ബ്രാൻഡ് അംബാസഡർഷിപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതിന്റെയൊക്കെ പലപ്പോഴും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാൻഡ് കോൺസെപ്റ്റ്, അതിന്റെ ഫുൾ വീഡിയോ മേക്കിംഗ്, ഞാൻ ചെയ്യുന്ന ആഡിൽ ഒരു 90% ഇപ്പോഴും ഞങ്ങൾ ചെയ്യുന്ന ആഡിന്റെ 90% സ്ക്രിപ്റ്റ്, തോട്ട്, അതിന്റെ എക്സിക്യൂഷൻ, അതിന്റെ വീഡിയോ പ്രൊഡക്ഷൻ ഒക്കെ ഞാനും എന്റെ കമ്പനിയാണ് ചെയ്യുന്നത്. അപ്പൊ അധികം അതും അങ്ങനത്തെ ഒരു സാധനം, എസ്പെഷ്യലി വെൻ യു കം ഇൻ ടു എ ക്രിയേറ്റീവ് സ്പേസ്, നിങ്ങൾ അഭിനയിക്കുന്നതിനേക്കാൾ ബാക്കി എല്ലാത്തിനേക്കാൾ ഒരുപാട് സമയം പോകും. കാരണം എപ്പോഴും നിങ്ങൾ ചിന്തകളിലായിരിക്കും. ഈ ചിന്തകളൊക്കെ ഈ ബ്രാൻഡിന് ഇനി അടുത്ത തവണ എന്ത് കോൺസെപ്റ്റ് പിച്ച് ചെയ്യാം. പലപ്പോഴും വർക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ചിലതാണ് എന്നെ തേടി വരുന്നത്, ചിലത് ഞാൻ ആ കമ്പനിയെ വിളിച്ച് ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് എന്താ അഭിപ്രായം, അപ്പൊ അവർക്ക് ആ ഐഡിയ ഇഷ്ടവും, അപ്പൊ അവരത് പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറാവും. അതാണ് എന്റെ വേറൊരു റവന്യൂ സോഴ്സ്. അപ്പൊ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ചിന്തിച്ച് നടക്കുന്ന ഒരാൾക്ക് കല്യാണത്തെ കുറിച്ചോ മറ്റു സംഭവങ്ങളെ കുറിച്ചോ ചിന്തിക്കുന്നില്ല. മാത്രമല്ല ഒരു 10-100 സുഹൃത്തുക്കളും ചുറ്റുമുണ്ട്. അതുകൊണ്ട് ഇതിന്റെ ഒരു ആവശ്യം തോന്നിയിരുന്നില്ല. അപ്പൊ എനിക്ക് തുടക്കത്തിലുണ്ടായിരുന്ന തെറ്റിദ്ധാരണ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വിചാരിച്ചൊരു സ്ഥലത്ത് ഞാൻ സ്വയം എത്തിയതിനു ശേഷം കല്യാണം കഴിക്കാം എന്നാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഞാൻ വിചാരിച്ച സ്ഥലത്തൊന്നും ഞാൻ എത്തുന്നില്ല. അപ്പൊ ഇത് നോക്കിയിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കല്യാണം എന്നുള്ള സാധനം ഞാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഇനി അധികം ലേറ്റ് ആക്കിയിട്ട് കാര്യമില്ല. കാരണം ഞാൻ വിചാരിച്ച ഒരു ആക്ടർ പൊസിഷൻ, ഞാൻ വിചാരിച്ച ഒരു ബ്രാൻഡിങ് പൊസിഷൻ, ഞാൻ വിചാരിച്ച ഒരു ഇൻഫ്ലുവൻസേഴ്സ് പൊസിഷൻ, ഞാൻ വിചാരിച്ച ഒരു ഹോസ്റ്റിംഗ് പൊസിഷൻ, ഇതിലൊക്കെ എന്റെ ബെഞ്ച് മാർക്ക് സ്റ്റിൽ വെരി വെരി ഹൈ. അപ്പൊ അവിടേക്കൊന്നും ഞാൻ എത്തുന്നില്ല. അപ്പൊ ഇത് എന്ന് എത്തുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എത്തണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് കല്യാണം കഴിക്കലാണെന്നുണ്ടെങ്കിൽ ഇത് എപ്പോഴാണെന്നുള്ളത് മനസ്സിലാവില്ല എന്നുള്ളൊരു കോവിഡ് സമയം, ഒരു 32 ഇയേഴ്സ് ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇനി ഇഫ് യു ആർ മാരി അറ്റ് ദിസ് ടൈം, അപ്പൊ പിന്നെ ഞാൻ ഇതിനെ മാറ്റി ചിന്തിക്കാൻ തുടങ്ങി. ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മാനേജ് ചെയ്തുകൊണ്ട് ഒരാൾക്ക് കൂടുതൽ ടൈം എങ്ങനെ കൊടുക്കാം. കാരണം ഞാനിപ്പോ ഹോസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് അഭിനയം വരുന്നത്, അഭിനയം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ യൂട്യൂബ് പരിപാടികൾ ചെയ്യുന്നത്, അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഞാൻ ഈ എന്റെ അഡ്വർടൈസിംഗ് പ്രൊഡക്ഷൻ ഹൗസ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഓൾറെഡി പല കാര്യങ്ങളും ഒരേ സമയത്ത് മൾട്ടി ടാസ്കിങ് ചെയ്ത് മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇതിൽ ഞാൻ ചെയ്യുന്നത് ഈ പ്രയോറിറ്റി, അപ്പൊ ഇതാണ് പ്രയോറിറ്റി, അപ്പൊ ഇവിടെ കൂടുതൽ എനർജി സ്പെൻഡ് ചെയ്യണം. ഇതേപോലെ ലൈഫിൽ ഒരാൾ കയറി വന്നു കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് അതെനിക്ക് മനസ്സിലായി തുടങ്ങിയപ്പോഴാണ് കല്യാണം കഴിക്കുമ്പോൾ അതുകൂടെ മനസ്സിൽ കാണണം, അയാൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യണം. അപ്പൊ ഈ ഇന്ന കാര്യങ്ങളിൽ ഇത്ര ടൈം ഇതും കൂടെ മാനേജ് ചെയ്യാൻ റെഡി ആകുമ്പോൾ കല്യാണം കഴിക്കാം. അങ്ങനെയാണ് ഒരു കോവിഡ് സമയമൊക്കെ ആയപ്പോഴാണ് ഞാൻ വീട്ടിൽ പറഞ്ഞ് ഇനി ആലോചിച്ച് തുടങ്ങിക്കോണം. അത് കഴിഞ്ഞൊരു 2-3 ഇയേഴ്സ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കല്യാണം കഴിക്കുന്നത്. സോ ആ ഒരു സമയത്ത് ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നു. എന്ന് വെച്ചാൽ പുതുതായിട്ട് ലൈഫിലേക്ക് കയറി വരുന്ന ഒരാൾക്ക് ഞാൻ ഇതുവരെ എന്റെ സുഹൃത്തുക്കൾക്ക് കൊടുത്തേക്കാൾ കൂടുതൽ ടൈം ആൻഡ് എനർജി അവരുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ ഞാൻ സ്വയം റെഡി ആയിട്ടാണ് ഞാൻ കല്യാണത്തിലേക്ക് പോകുന്നത്. ടു ബി വെരി ഫ്രാങ്ക്, കല്യാണത്തിന്റെ ഒരു 6 months മുന്നേ ഞാൻ ഒരിക്കലും ചെയ്യാത്തൊരു പരിപാടി, എനിക്ക് വരുന്ന കരിയർ പരിപാടികൾ, എനിക്ക് വരുന്ന വർക്ക് മാറ്റി വെക്കുക എന്നുള്ളത് ഞാൻ എന്റെ ലൈഫിൽ ഇന്നേ വരെ ഒരു കാര്യത്തിനും ചെയ്തില്ല. അച്ഛന്റെ ഷഷ്ടിപൂർത്തിക്ക് പോലും, അച്ഛന്റെ ഷഷ്ടിപൂർത്തി പട്ടാമ്പിയിൽ നടക്കുമ്പോൾ ഞാൻ മലേഷ്യയിൽ ഒരു ഷോ, ഒരു ഇവന്റ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഷഷ്ടിപൂർത്തിയുടെ ഭാഗമാവാൻ എനിക്ക് പറ്റില്ല. അങ്ങനെ ഒരുപാട് ലൈഫിൽ ഇമ്പോർട്ടന്റ് പരിപാടികളുടെ സമയത്തൊക്കെ ഞാൻ പല സ്ഥലത്തും ഉണ്ടായിരുന്നുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ ഐ റിയലൈസ് ദാറ്റ് ഇതൊരു മൈൽ സ്റ്റോൺ ആണ് ലൈഫിൽ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരുപക്ഷെ ഞാൻ എന്റെ അച്ഛനും അമ്മയും കൂടെ സമയം സ്പെൻഡ് ചെയ്തതിനേക്കാൾ കൂടുതൽ ലൈഫ് സ്പെൻഡ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയെയും കൂടി, അല്ലെങ്കിൽ ആ വ്യക്തിയും എന്റെ കൂടെ അങ്ങനെ സമയം, കാരണം ഇപ്പൊ ഞാൻ 30 കൊല്ലമാണ് ജീവിച്ചെങ്കിൽ ഇനി ഞാനൊരു 30 കൊല്ലോ 40 കൊല്ലോ ജീവിക്കുമെങ്കിൽ അയാൾ കൂടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണല്ലോ. ആൻഡ് യു ആർ ഗെറ്റിംഗ് ഇൻ ടു ദാറ്റ് റിലേഷൻഷിപ്പ് ഹാഫ് വേ. മറ്റേതൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ ഒരു ഓർമ്മയും ബുദ്ധിയും ബോധവും ഇല്ലാത്ത സമയത്ത് ഒരു റിലേഷൻഷിപ്പ് ബിൽഡായി വന്നതാണ് അച്ഛൻ, അമ്മ, അനിയൻ എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്ന. ഇത് നിങ്ങൾക്ക് ഒരു പരിചയമില്ലാത്ത ഒരു വ്യക്തിയുമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ചാപ്റ്ററിലേക്ക് കയറി നിങ്ങളുടെ ഇഷ്ടങ്ങളും ഓൾറെഡി നിങ്ങൾക്ക് ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എല്ലാം ഓൾറെഡി സംഭവിച്ചു. നിങ്ങളുടെ ഒരു പാറ്റേൺ ഫോം ചെയ്തു. 2 ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകൾ വരുന്നു. സോ ഞാൻ ഇതിനെ വളരെ പ്രാക്ടിക്കൽ ആൻഡ് ലോജിക്കലായിട്ട് ചിന്തിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ ടൈം സ്പെൻഡ് ചെയ്യണം.
ബാക്കി എല്ലായിടത്തും സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ ടൈം സ്പെൻഡ് ചെയ്യണം. അപ്പം ഞാൻ എൻ്റെ വർക്ക് വരെ മാറ്റി വെച്ചിരുന്നു. എനിക്ക് വന്ന വെബ് സീരീസും പരിപാടികളൊക്കെ ഞാൻ മാറ്റി വെച്ച് കല്യാണത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അത് നല്ല രീതിയിൽ ഞാൻ ഓർഗനൈസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടുള്ള 1 ഇയറും ഞാൻ നന്നായി സ്പെൻഡ് ചെയ്യുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഈശ്വരാനുഗ്രഹം പോലെ ഞാൻ വേണ്ടാന്ന് വെച്ച വർക്കുകളൊക്കെ തന്നെ കല്യാണം കഴിഞ്ഞിട്ട് തിരിച്ചു വരികയും ഞാൻ ഇപ്പോൾ ഡെസ്നി ഹോട്ട്സ്റ്റാറിന് വേണ്ടി ഒരു തമിഴ് വെബ് സീരീസ് ഒക്കെ ചെയ്തു. ഇത് ഞാൻ ആദ്യം നോ പറഞ്ഞതാ, കല്യാണ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ ഇറ്റ് കെയിം ബാക്ക്. അതൊരു പ്രകൃതിയുടെ ഒരു സ്റ്റൈലാണ്. ജെനുവിൻ ആയിട്ടാണ് എന്ന് കാണുമ്പോൾ അത് നമുക്ക് തിരിച്ചെന്ന് പറയുന്ന പോലെ. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഐ ഗോട്ട് ഇൻ ടു എ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഒരു അതുവരെ ഇല്ലാത്ത പാറ്റേൺ ബ്രേക്ക് ചെയ്ത്. പക്ഷെ അപ്പോഴും എനിക്ക് അറിയണ്ടായിരുന്നില്ല ദിസ് വുഡ് ബി സോ ബ്യൂട്ടിഫുൾ. കാരണം അത് നമുക്ക് അറിയില്ലല്ലോ വാട്ട് ഈസ് ഹാപ്പനിങ്. അത് വേറെ തന്നെ ഒരു, കാരണം കല്യാണം കഴിക്കാൻ പോകുമ്പോൾ ആൾക്കാരൊക്കെ നമ്മളെ പേടിപ്പിക്കുക ചെയ്തിരുന്നു. അപ്പൊ നീ പെട്ടല്ലേ, നീ ലോക്കായല്ലേ. അപ്പൊ എനിക്ക് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ലൈഫിൽ ഒരുപാട് ഡെയറിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്റെ ലൈഫിൽ ഞാൻ ചാലഞ്ചിങ് ആയിട്ട് കാര്യങ്ങൾ എടുക്കുന്നതാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ അടുത്ത് സംസാരിക്കുന്ന 100 ആൾക്കാരിൽ ഒരു 70 ആൾക്കാരും ഒരു സർക്കാസ്റ്റിക് സ്വഭാവമാണെങ്കിൽ പോലും എനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് എന്താ വെച്ചാ, അപ്പൊ നീ തീർന്ന്, മറ്റേ നീ ലോക്കായി, അപ്പൊ എങ്ങനെ നടന്നിരുന്ന GP എന്നുള്ള രീതിയിലൊക്കെ കല്യാണത്തിന് മുമ്പ് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഐ വാസ് ഗെറ്റിംഗ് ഇൻ ടു, ഞാൻ എന്തോ ഒരു ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് എനിക്ക് കൊണ്ടുവരേണ്ട ഒരു സ്ഥലത്തേക്കായിരിക്കും ഞാൻ കിടക്കുന്നുണ്ടാവും. ഞാൻ അതിനും പ്രിപ്പയർഡ് ആയിരുന്നു. കാരണം ഇത്രയും ആൾക്കാർ പറയുമ്പോൾ അത് വെറുതെ എടുക്കാനും പറ്റില്ല. ഇനി അങ്ങനെയാണെങ്കിൽ എങ്ങനെ, ഞാൻ എന്തിനും തയ്യാറായിട്ട് അതിലേക്ക് കയറുന്നു. കാരണം എനിക്ക് ലൈഫിൽ അഡാപ്റ്റ് ചെയ്യാൻ ഭയങ്കര ഞാൻ ശ്രമിക്കുന്നൊരു വ്യക്തിയാണ്. പക്ഷെ ഇതിൽ കയറിപ്പോയാൽ മനസ്സിലായത് ഇത് ഗംഭീര പരിപാടിയാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലൈഫിൽ ഇത്രയും അധികം ഒരാളായിട്ട് സമയം സ്പെൻഡ് ചെയ്ത് ആദ്യമായിട്ടാ. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ. ഞാനൊരു പീപ്പിൾസ് പേഴ്സണാ. ഇപ്പൊ ഞാനൊരു രാജ്യത്തിലേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ചരിത്ര പ്രധാനമായ സ്ഥലങ്ങളോ ആ രാജ്യത്തിന്റെ പ്രസക്തിയോ എന്നുള്ളതിനേക്കാൾ ഞാൻ ആരുടെ കൂടെ യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എന്റെ സുഹൃത്തുക്കളും ഞാനും തമ്മിലുള്ള കോമ്പിനേഷൻ അധികം ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ കോംബോ, GP ഇയാൾ കോംബോ, GP ഇയാൾ കോംബോ. കാരണം എന്താ വെച്ചാൽ ഞാൻ പീപ്പിൾസ് പേഴ്സണാ. അപ്പൊ എന്ത് പറ്റുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എല്ലാത്തിലും ആഘോഷിക്കാൻ ഒരാളെ കിട്ടി. ഇയാളാണെങ്കിൽ ഞാനുമായിട്ടും എന്റെ ഈ ആഘോഷങ്ങൾക്ക് വളരെ മനോഹരമായിട്ട് ഞങ്ങൾ ഭയങ്കര ഡിഫറെന്റാ. രണ്ട് എക്സ്ട്രീമുള്ള ആളാ. പക്ഷെ ഈ 2 എക്സ്ട്രീമുള്ള ആൾക്കാരുടെ ഒരു ഭംഗിയുണ്ട്. അത് ഞാനിപ്പോ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്പേസ് ആണ്. അപ്പൊ അത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണത്തിന് മുമ്പ് അത് ഇങ്ങനെ ആവും. കാരണം കല്യാണത്തിന് മുമ്പ് എനിക്ക് ഗോപികനെ ഒട്ടും അറിയണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഇത്രയും ബ്യൂട്ടിഫുൾ ആവും എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സ്പേസ് ആണത്. ഞാൻ ആദ്യത്തെ ഒരു 1 ഇയർ എന്റെ സുഹൃത്തുക്കളൊക്കെ ഇപ്പോഴും എന്റെ കൂടെ ഉണ്ട്. എന്നെക്കാൾ അത് ആഘോഷിക്കുന്ന ഗോപികയാണ്. ആകെയുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ പണ്ട് ഞങ്ങളുടെ സൗഹൃദം സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ഞാൻ ആഘോഷിച്ചിരുന്നു. ഇപ്പൊ അവര് വരുമ്പോ ക്യാമറ ഞാൻ അധികം എടുക്കുന്നില്ല എന്നുള്ള വ്യത്യാസമുണ്ട്. അതുകൊണ്ട് എന്റെ പഴയ സുഹൃത്തുക്കളായിട്ടുള്ള വിഷ്വൽസ് സോഷ്യൽ മീഡിയയിൽ വരുന്നത് കുറവായിരിക്കും. പക്ഷെ ഞാൻ മുമ്പ് അവരെ മീറ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ എന്റെ ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യുന്ന കല്യാണം കഴിഞ്ഞാൽ. അപ്പൊ ദർ ഇസ് എ ബ്യൂട്ടിഫുൾ ബാലൻസ് ദാറ്റ് ഹാപ്പൻഡ്. അതൊരു ഗുണം. ഈ ഒരു സ്പേസിൽ, ഇപ്പൊ ഒരു മാരേജിന്റെ സ്പേസിൽ GPക്ക് GP ആയിട്ട് തന്നെ ഇരിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു ബ്യൂട്ടി. അങ്ങനെ തോന്നുന്നുണ്ടോ? അതോ എന്തെങ്കിലുമൊക്കെ നമ്മള് അല്ലല്ല, ഞാൻ ഇൻവോൾവ് ആയിട്ടുണ്ട്. GPക്ക് GP ആവാന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യത്തെ 5 വയസ്സ് വരെയുള്ള GP അല്ല, പിന്നെ 10 വയസ്സുള്ള GP, 15-ാം വയസ്സുള്ള GP അല്ല, 20-ാം വയസ്സുള്ള GP, 25-ാം വയസ്സുള്ള GP അല്ല, 30-ാം വയസ്സുള്ള GP. അതുകൊണ്ട് GPക്ക് GP ആയിട്ട് ഒരു കാലത്ത് ഇരിക്കാൻ പറ്റിയിട്ടില്ല. കാരണം GP കീപ്സ് ഇവോൾവിംഗ്, കീപ് ഗ്രോയിങ്. എനിക്കിതിനകത്ത് എന്താ വെച്ചാൽ ഞാനിത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പം കല്യാണത്തിന് മുമ്പുള്ള GP ആണോ കല്യാണത്തിന് ശേഷമുള്ള GP ചോദിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണെന്നുണ്ടെങ്കിൽ ഞാൻ കല്യാണത്തിന് കഴിച്ചത് എന്തിനാ? കാരണം ഞാൻ പ്രാർത്ഥിക്കുന്നതും ഞാനൊരു 5 കൊല്ലം മുമ്പുള്ള ഞാൻ അവരുടെ ഇന്ന് ഞാൻ എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം എനിക്ക് മാറ്റങ്ങൾ വരണം. എന്റെ അടുത്ത് പലപ്പോഴും ആൾക്കാർ പറയണ്ടോ, അയ്യോ നീ മാറരുത് കേട്ടോ, ഇതുപോലെ തന്നെ ഇരിക്കണം. എനിക്ക് ഏറ്റവും പേടിയുള്ള ഒരു പ്രാർത്ഥന അത്. അയ്യോ മാറ്റങ്ങൾ ഉണ്ടാവണം. ഞാനൊരു 10 കൊല്ലം മുമ്പത്തെ ഞാനാണ് ഞാൻ ഇപ്പോഴെങ്കിലും ഞാൻ എന്തിനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എന്റെ നല്ല ട്രേറ്റുകൾ നഷ്ടപ്പെടരുത്. പക്ഷേ GP എന്നുള്ള വ്യക്തിയിൽ എപ്പോഴും എനിക്ക് ഏറ്റവും വലിയ ലൈഫിലെ പേടി എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ഒരേപോലെ സ്റ്റക്കായി പോകുക എന്നുള്ളതാണ്. നമുക്കൊരു മാറ്റവും സംഭവിക്കാതിരിക്കുക എന്നുള്ളതാണ് എന്റെ ലൈഫിൽ ഏറ്റവും വലിയ പേടി. മാറണം. അപ്പൊ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ മാറിയിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാറ്റമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ അത് ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. ആ മാറ്റത്തെ ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇപ്പൊ ഗോപിക ചെയ്യുന്ന കാര്യങ്ങളിലും ഇത്രയും നന്നായിട്ട് ഇൻവോൾവ് ചെയ്യാൻ സാധിക്കുന്നത്. കാരണം ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സുമതി വളവിൽ ഞാൻ അഭിനയിച്ചിട്ടില്ല. പക്ഷെ സുമതി വളവിന്റെ പ്രൊമോഷൻസും ഗോപികയുടെ ഗ്രോത്തും എനിക്ക് ഞാനൊരു മലയാള സിനിമ ചെയ്ത എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഗോപികയുടെ പാട്ടിറങ്ങുമ്പോഴും ഗോപിക ഷൂട്ട് ചെയ്യാൻ പോകുമ്പോഴും ഒക്കെ അത് ഞാൻ ഇതിനു മുമ്പ് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. കാരണം ഞാൻ ഭയങ്കര സെൽഫ് ഓറിയന്റഡ് ആണ്. ഞാൻ GP വാസ് ടോട്ടലി ഇൻ ടു GP. കാരണം എപ്പോഴും ഞാൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എന്റെ ഫ്രണ്ട്സും പലപ്പോഴും പറയാറുണ്ട്, നിനക്ക് നീ കഴിഞ്ഞിട്ടേ ആരും ഉള്ളൂ എന്നുള്ളത് എപ്പോഴും പറയാറുണ്ട്. അത് ശരി. പക്ഷെ അത് ചേഞ്ച് ചെയ്യാൻ തുടങ്ങി.
ഷീസ് ഓൾസോ പാർട്ട് ഓഫ് മീ എന്ന് പറയുന്ന വേറെ ആളെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന ഒരു കുറച്ച് വലിയൊരു സംഭവം ഉണ്ടല്ലോ. അത് സോഫാർ അത് പോകുന്നുണ്ട്. പിന്നെ അഗെയിൻ ലൈഫാണ്, നമുക്ക് അറിയില്ല എങ്ങനെയാണ് കാര്യങ്ങൾ ചേഞ്ച് ആവുക എന്നുള്ളത്. പക്ഷെ അതും ഞാൻ മനസ്സിൽ കണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ഇന്നത്തെ നമ്മളാവണം നാളത്തെ നമ്മൾ എന്ന ഉറപ്പില്ല. പക്ഷെ ആസ് ഓഫ് നൗ ഐ എം ഫൈൻഡിങ് ഇറ്റ് വെരി ഇൻട്രസ്റ്റിംഗ്. യു ട്രാവൽ അലോട്ട് അല്ലേ? യാത്ര നമ്മൾ ശരിക്കും ചേഞ്ച് ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ പ്രോസസ്സാണ്. അപ്പൊ ഈ യാത്രകളും വാട്ട് ഈസ് യുവർ റിലേഷൻ വിത്ത് ജേർണീസ്? എനിക്ക് തോന്നുന്നു യാത്രയിലെ ഏറ്റവും വലിയ കാര്യം ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, എഗെയിൻ എൻ്റെ യാത്രകൾ എന്ന് പറയുന്നത് ബാക്കി ആൾക്കാരുടെ യാത്രകൾ പോലെയല്ല. ഞാൻ അവിടുത്തെ ഒരു സ്ഥലത്തേക്ക് ഞാൻ യാത്ര ചെയ്യുന്നത് ആ സ്ഥലത്തെക്കുറിച്ച് മനസ്സിലാക്കാനോ അവിടുത്തെ ചരിത്ര പ്രധാനമുള്ള സ്ഥലങ്ങൾ കാണാനോ അവിടുത്തെ ആളുകളുടെ ജീവിത ശൈലികൾ ഒബ്സർവ് ചെയ്യാനോ അല്ല. ഒരുപാട് ആൾക്കാർ അങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്. അതൊരു ഗംഭീര യാത്രാ ശൈലിയുമാണ്. എന്റെ യാത്രാ ശൈലി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ ആവുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കുറെ കാര്യങ്ങൾ ആളുകൾക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ എന്നെ നിങ്ങൾ ഹോസ്റ്റ് ആയിട്ട് കാണും, ടെലിവിഷനിൽ ചിലപ്പോൾ കാണും, സിനിമയിൽ തെലുങ്ക് പടം ഇവിടെ അധികം കാണാത്തതുകൊണ്ട് അങ്ങനെ കാണില്ല, പരസ്യങ്ങളിൽ നിങ്ങൾ കാണും. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്കൊരു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്, എനിക്ക് വേറെ കുറെ ബിസിനസ് ആക്ടിവിറ്റീസ് ഉണ്ട്, എനിക്ക് കുറെ റവന്യൂ സോഴ്സ് ഉണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും ബിസിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എനിക്ക് ടൈം ആൻഡ് സ്പേസ്, എന്റെ സുഹൃത്തുക്കൾ എപ്പോഴും കംപ്ലൈന്റ് ചെയ്തിരുന്ന സമയം ഇവൻ എപ്പോഴും കിട്ടൂല. അവരെ ഇന്റർവ്യൂസിലൊക്കെ അവർ സ്ഥിരമായി പറയുന്നത് കാണുമ്പോൾ ഭയങ്കര സ്നേഹമാണ്, പിന്നെ ആളെ കാണില്ല. അത് പലപ്പോഴും എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എവിടെയും ഞാൻ ഹാപ്പിയാണ്. ഞാൻ ഇപ്പോഴും ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ എക്സൈറ്റ്മെന്റോട് കൂടി ഇതൊക്കെ ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും അങ്ങനത്തെ സംഭവങ്ങളിൽ ഉണ്ടാവുമ്പോൾ എനിക്ക് ആളുകളുമായിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യൽ കുറവാണ്. ഞാൻ ഏറ്റവും കൂടുതൽ പേഴ്സണൽ റിലേഷൻഷിപ്സ് ഉണ്ടാക്കിയിട്ടുള്ളത് യാത്രകളിലാണ്. അതിപ്പോ ഫോർ എക്സാമ്പിൾ ഞാനും മിയയും കൂടിയിട്ട് അമേരിക്കൻ യാത്ര ഒരു 1.5 മാസത്തെ യാത്ര ഉണ്ടായിരുന്നു. മിയ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആവുന്ന, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ മിയ കൂടെ യാത്ര ചെയ്തുകൊണ്ടാണ് മിയ സുഹൃത്താവുന്നത്. ദിവ്യ പിള്ളയാണെങ്കിലും ദിയ ആണെങ്കിലും ജീവി ആണെങ്കിലും അപർണ ആണെങ്കിലും കുക്കു ആണെങ്കിലും ആ ഗ്യാങ് ആയിട്ട് ഞങ്ങൾ മൂന്നാർ, ഗോവ പോലെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. യാത്ര ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, ഞാൻ അവിടെയാണ്. അപ്പൊ എന്നെ കിട്ടുന്നു, അവിടെയാണ് നമുക്ക് റിലേഷൻഷിപ്പ് ബിൽഡ് ആവുന്നത്. എന്റെ ഒട്ടുമിക്ക സുഹൃത്തുക്കളുമായിട്ടുള്ള എന്റെ റിലേഷൻഷിപ്പ് ബിൽഡ് ആയിട്ടുള്ളത്, അവരെന്റെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ളത് എന്റെ യാത്രകളിലാണ്. സോ എന്റെ യാത്രകൾ ഫുൾ പീപ്പിൾ ഓറിയന്റഡ് സ്പേസ് ആണ്. കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഏകദേശം ഒരു 10-11 തവണ ഇന്റർനാഷണൽ യാത്രകൾ പോയി. അതൊരു വലിയ ഹെൽപ്ഫുൾ, അത് ഞങ്ങളുടെ ബോണ്ടിങ്ങിനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കാരണം അപ്പൊ ഞങ്ങളിപ്പോ ഫ്ലൈറ്റിൽ 14 മണിക്കൂർ, ഇപ്പൊ ഓസ്ട്രേലിയയിലേക്ക് യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ 16 മണിക്കൂർ ഫ്ലൈറ്റിൽ രണ്ടുപേരും പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിയിരിക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് കിടന്നുറങ്ങാം, അല്ലെങ്കിൽ സിനിമ കാണാം, പക്ഷെ നിങ്ങൾ സംസാരിക്കരുത്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ 12 മണിക്കൂറൊക്കെ എനിക്ക്, പ്രത്യേകിച്ചും ഗോപികയെ പോലെ ഒരാള്, ഗോപികയാണ് അതിന്റെ അടുത്ത് പറഞ്ഞത്, എനിക്ക് 12 മണിക്കൂർ സംസാരിക്കാൻ പറ്റുമെന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം 12 മണിക്കൂർ അടുപ്പിച്ച് സംസാരിച്ചു എന്നല്ല, പക്ഷെ ഈ 14 hours ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ ഫ്ലൈറ്റിൽ ഇരുന്ന് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഇത്രയൊക്കെ സംസാരിക്കാൻ ഉണ്ട് എന്നറിയുന്ന യാത്രകളാണ്. നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് അറിയില്ല എത്ര സംസാരിക്കാനുണ്ട്. ഇത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമ്പോഴാണ്. സോ എന്റെ യാത്രകൾ മുഴുവൻ എന്നെ സഹായിക്കുന്നത് ഇങ്ങനെയാണ്. നൈസ്. എന്തൊക്കെയാണ് ഫുഡ് ഹാബിറ്റ്സ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ യാത്രകളുമായിട്ടുള്ള റിലേഷൻ ചോദിച്ച പോലെ, വാട്ട് ഈസ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് ഫുഡ്? ഞാനൊരു ഫുഡി അല്ല, എനിക്ക് അങ്ങനെ നിർബന്ധങ്ങളില്ല, ഇന്ന ഫുഡ് വേണം എന്നില്ല. എന്റെ ഒരു പ്രത്യേകത, ഞാൻ ലൈഫിൽ ഒരുപാട് ചേഞ്ച് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ആഗ്രഹിക്കാത്ത ഒരേ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഫുഡായിരിക്കും. എന്ന് വെച്ചാൽ എനിക്കിപ്പോ എല്ലാ ദിവസവും ഒരേ ഫുഡ് തന്ന ഞാൻ 365 ദിവസം കഴിക്കും, പ്രൊവൈഡഡ് അത് എനിക്ക് ഇഷ്ടമുള്ള ഫുഡായിരിക്കണം. ഇപ്പൊ എനിക്കൊരു ദോശ ചെറുപയർ, അമ്മ ഉണ്ടാക്കുന്ന ദോശ ചെറുപയർ ഉണ്ട്, അല്ലെങ്കിൽ ആര് ഇപ്പൊ ഗോപികയാണെങ്കിലും ദോശ ചെറുപയർ കോമ്പിനേഷൻ ഉണ്ട്. ഇതെനിക്ക് എല്ലാ ദിവസവും രാവിലെ തന്നാലും എനിക്ക് ബോറടിക്കില്ല. ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇത് എല്ലാ ദിവസവും ഇതാണല്ലോ. എനിക്കത് ബ്രേക്ക് ചെയ്താലാണ് ഇത് എന്റെ ടേസ്റ്റുമായിട്ട് പോകുന്ന ഒരു സാധനമാണോ അല്ലേ, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ അതുപോലെ ചില ഫുഡുകളുണ്ട്, അത് റെഗുലർ ആയിട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഫുഡിൽ വലിയ നിർബന്ധങ്ങളില്ല. അപ്പൊ ഗോപിക എപ്പോഴും പറയാറുണ്ട്, ഇത് ഭയങ്കര എളുപ്പ പരിപാടിയാണല്ലോ, ഇഷ്ടാവുന്ന ഒരു 1-2 സാധനം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ബുദ്ധിമുട്ടില്ല, അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. പിന്നെ ഞാൻ ഓഫ് ലൈറ്റ് കുറച്ചു കാലം വരെ ഒരു എനിക്ക് തോന്നുന്നു 10-35 വർഷം ഞാൻ ഭയങ്കരമായിട്ട് ഒരു ക്വാളിറ്റി ഇല്ലാത്ത രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ മിക്സ്ചർ കഴിക്കും, ഞാൻ ഡെസേർട്ട്, ഇപ്പൊ ഒരു ബുഫേയിൽ പോയി കഴിഞ്ഞാൽ മെയിൻ കോഴ്സ് ഞാൻ ഇത്രേ കഴിക്കുന്ന വെച്ചാൽ, ഞാൻ അതിന്റെ സ്വീറ്റ്സ് ഞാൻ ഇത്ര വലിയ പ്ലേറ്റിലെടുക്കും. ഇപ്പൊ പല ആൾക്കാരും അലാംഡായിട്ട്, പ്രത്യേകിച്ചും എന്റെ ബോഡി കാണുമ്പോൾ ഞാൻ ഭയങ്കര ഡയറ്റ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളാണ്, ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളാണെന്ന് ആൾക്കാർക്ക് തോന്നും. കാരണം എന്നെ എന്ന് കാണുമ്പോഴും ഭയങ്കര മെലിഞ്ഞിട്ടാണ്, ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ചീർത്ത് തടിച്ചിട്ടുള്ള ഒരു അവസ്ഥ ആളുകൾ കണ്ടിട്ടില്ല എന്നുള്ളതുകൊണ്ട്. അപ്പൊ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഗോവ ഫിലിം ഫെസ്റ്റിവലിൽ ഞാൻ എന്റെ ഫസ്റ്റ് സിനിമ അവിടെ ഇന്ത്യൻ പനോരമ കിട്ടിയ സമയത്ത് ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഒരു ഫ്രഞ്ച് പ്രൊഡ്യൂസേഴ്സിനെ, ഒരു ഫ്രഞ്ച് ആക്ടറെ നമ്മൾ ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ പരിചയപ്പെടുമല്ലോ. അപ്പൊ അങ്ങനെ ഇയാളെ പരിചയപ്പെട്ട് ഞങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിക്കുക.
അപ്പോൾ ഞങ്ങൾ ഗോവയിലൊരു സ്റ്റാർ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബുഫേ കഴിച്ചു. അപ്പോൾ മെയിൻ കോഴ്സ് കണ്ടപ്പോൾ തന്നെ പുള്ളി വന്ന് എന്നെ ഇങ്ങനെ നോക്കി. ഈ ഡെസേർട്ട് കണ്ടപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരാൾ ഇങ്ങനെ, അതുവരെ ഞാൻ മധുരം കഴിക്കുന്നത് കണ്ടിട്ട് ഒരാൾ റിയാക്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. കാരണം വീട്ടിൽ മധുരം കഴിക്കുമ്പോൾ എന്തിനാ അത് ഇത്ര കഴിക്കുന്നത് ചോദിക്കുക എന്നുള്ളതല്ലാതെ പുറത്തുനിന്ന് ഇങ്ങനത്തെ ഒരു റിയാക്ഷൻ ഉണ്ടാവുന്നത് നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഇങ്ങനൊരു ആദ്യത്തെ സിനിമയാണല്ലോ. അപ്പൊ ഞാൻ അതുവരെ ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ഫ്രഞ്ച് ആക്ടറാണ് ഇങ്ങനെ എന്നെ നോക്കിയിട്ട്, മാനുവൽ എന്നാണ് അയാളുടെ പേര്. അപ്പൊ മാനുവൽ എന്നെ നോക്കിയിട്ട് വാട്ട് എന്ന് പറഞ്ഞിട്ട് നോട്ടം നോക്കി. ഞാൻ ആദ്യം വിചാരിച്ചത് എന്താ വെച്ചാൽ ഇയാൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടോ ഇതൊക്കെ ഇവിടെ ഉണ്ടോ എന്നുള്ള റിയാക്ഷനാണ് എന്നാണ് ഞാൻ. അയാൾ ആ ദിവസം മുഴുവൻ എല്ലാ 2 മണിക്കൂറും കഴിയുമ്പോൾ ഐ സ്റ്റിൽ കാൻ ബിലീവ് യു എയ്റ്റ് ദാറ്റ് മച്ച് സ്വീറ്റ്. അപ്പോഴാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട്, ഞാൻ ഈ പട്ടാമ്പിയിൽ ജനിച്ചു വളർന്ന, എനിക്ക് വേറെ ഈ മീഡിയ എക്സ്പോഷർ ഒന്നും ഇല്ലാത്ത, ഡയറ്റിംഗ് എന്നൊന്നും പറഞ്ഞാൽ എന്താന്ന് പോലും അറിയാത്തൊരു ജീവിത ശൈലിയിൽ പോകുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അന്നാണ് ഞാൻ ഫസ്റ്റ് എനിക്ക് ഫുഡിനെ കുറിച്ചും ഈ സ്വീറ്റ്സിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ഫസ്റ്റ് അലാം അടിക്കുന്നത്. അപ്പൊ ഇയാളെല്ലാം 2 മണിക്കൂർ കഴിയുമ്പോൾ എന്റെ അടുത്ത് ചോദിക്കും, എന്നാലും നിങ്ങൾ ഇത്രയും അധികം. പിന്നെ ഒരു 3 വർഷം കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് വീണ്ടും കണ്ടപ്പോഴും ഇദ്ദേഹം അത് ഓർത്തിരിക്കുന്നുണ്ട്, നിങ്ങൾ അന്ന് മറ്റേ അത്രയും സ്വീറ്റ് കഴിച്ചില്ലേ. അന്നൊന്നും എനിക്ക് വലിയ പ്രസക്തി തോന്നിയിരുന്നില്ല. ഓഫ് ലൈറ്റ് ലാസ്റ്റ് 1 year to 1.5 years ആയപ്പോൾ ഞാൻ ഡോക്ടർ അഭിജിത് കർമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു വെൽനസ് നാച്ചുറോപ്പതി ഡോക്ടറെ പരിചയപ്പെട്ടു. ഇങ്ങനെ എൻ്റെ അടുത്ത് കുറെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ പറഞ്ഞു. അതൊക്കെ ചെയ്തപ്പോൾ ഇങ്ങനെ പറഞ്ഞ പോലെ കുറെ സാധനങ്ങൾ ഭയങ്കര ബ്രിമ്മിലാണ്. അപ്പൊ ഞാനിത് പല ആൾക്കാരോട് ഡിസ്കസ് ചെയ്ത് പറഞ്ഞു, ഇതൊരു അലാമിങ് സിറ്റുവേഷൻ ആണ്, നിങ്ങൾക്ക് ഒരു അസുഖം ഉണ്ടെന്നല്ല പറയുന്നത്, പക്ഷെ നിങ്ങളുടെ കുറേ സംഭവങ്ങൾ, നിങ്ങൾക്ക് ഇന്ന സാധനങ്ങൾക്ക് സാധ്യത ഉണ്ട് എന്നുള്ള രീതിയിൽ അലാമിംഗ്ലി ഇതാണ്. പക്ഷെ നിങ്ങൾ തടിക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇത് അറിയില്ല, എന്തുകൊണ്ട് നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ എന്തോ ഒരു നിമിത്തം പോലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. സോ ദെൻ ഹി ടോൾഡ് മീ, നിങ്ങൾക്ക് ഇത്ര ഒരു 10-35 വയസ്സ് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു ഹാവ് എ ബെറ്റർ കൺട്രോൾ. ഓഫ് ലൈറ്റ് ആയിട്ട് ഒരു ലാസ്റ്റ് 1 year ആയിട്ട് ഞാൻ അനാവശ്യമായിട്ടുള്ള ഷുഗർ കഴിക്കുന്നില്ല. എസ്പെഷ്യലി വൈറ്റ് ഷുഗർ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തു. എനിക്ക് ആദ്യത്തെ 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതിൽ ക്രേവിങ്ങേ തോന്നിയിരുന്നില്ല. കാരണം എൻ്റെ അടുത്ത് ഇപ്പൊ ഗോപിക്കും പറയാറുണ്ട്, ചേട്ടൻ ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് ഷുഗറിന്റെ കാര്യത്തിൽ ഫോളോ ചെയ്യുന്നത് ഞാൻ വിചാരിച്ചില്ല. ബിക്കോസ് കഴിച്ചിരുന്ന രീതി അങ്ങനെയായിരുന്നു. അപ്പൊ ഇപ്പൊ അടുത്ത് കുറച്ചൊരു ഡിസിപ്ലിൻഡ് ആണ്, പക്ഷെ എഗെയിൻ ഭയങ്കര സ്ട്രിക്റ്റ് അല്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഷുഗർ കട്ടൊക്കെ ആണെങ്കിലും എക്സോട്ടിക് ആയിട്ട് ഇടയ്ക്ക് അല്ലെങ്കിൽ കിട്ടാത്തൊരു UK ചോക്ലേറ്റ് കിട്ടിയാൽ ഞാനത് ടേസ്റ്റ് ചെയ്യും. ഇപ്പൊ അന്റാർട്ടിക്കയിൽ പോയ സമയത്ത് ഞാൻ അവിടുത്തെ എല്ലാ ഫുഡും ടേസ്റ്റ് ചെയ്തു, ഒരു റെസ്ട്രിക്ഷനും ഉണ്ടായിരുന്നില്ല. 1 മാസത്തെ യാത്രയായിരുന്നു, അന്റാർട്ടിക്ക, ബ്രസീൽ, പിന്നെ അർജന്റീന, അങ്ങനെ കുറേ സ്ഥലങ്ങൾ. അവിടുത്തെ എല്ലാ സ്വീറ്റ്സും എല്ലാം ടെസ്റ്റ് ചെയ്തു. തിരിച്ചെത്തി ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഷുഗർ കട്ടാണ്. പിന്നെ ഒരു 3-4-5 മാസം ഷുഗർ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ പാറ്റേൺ ആണ്. ഇതിനിടയ്ക്ക് നിമിത്തം പോലെ ഡോക്ടർ വന്ന കാര്യം പറഞ്ഞു, മുന്നേ പറഞ്ഞു അത് ഒരു യൂണിവേഴ്സൽ ഇതാണല്ലോ, കം ബാക്ക് എന്നുള്ളത്. ഇത്തരം ആ ഒരു യൂണിവേഴ്സൽ എനർജി ഫ്ലോയില് അങ്ങനെ ഒരു വിശ്വാസം എന്താണുള്ളത്? നന്നായിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും എന്റെ കാര്യങ്ങൾ ഞാൻ കൺട്രോൾ ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നില്ല. പക്ഷെ ഞാനായിട്ട് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നത് എന്റെ കാര്യങ്ങൾ ഞാനല്ല കൺട്രോൾ ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇപ്പൊ ഞാനതിലേക്ക് വർക്ക് ചെയ്യേണ്ട എന്നുള്ളതല്ല. ഐ ഫീൽ ദാറ്റ് ഞാനിതെല്ലാം ചെയ്യുന്നത് ഞാനൊരു സബ്മിഷനോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. ആ സ്പേസിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ വേണ്ട സമയത്ത് വേണ്ട കാര്യങ്ങൾ എന്നിലേക്ക് വരുന്നുണ്ട്. ആൻഡ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ ഞാൻ എടുക്കുന്ന ഡിസിഷനേക്കാൾ ബെറ്റർ ആണതെല്ലാം. ഇപ്പൊ എന്റെ അടുത്ത് ഇപ്പൊ D4 ഡാൻസ് എന്ന് മഴവിൽ മനോരമയിൽ ഞാൻ ചെയ്ത സംഭവം ഒരിക്കലും ഞാൻ ഡിസൈൻ ചെയ്ത് കുട്ടിക്കാലം മുതലേ ആഗ്രഹിച്ച് ഞാൻ വന്നൊരു സ്പേസ് അല്ല. ഞാൻ വേറെ എന്തൊക്കെയോ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരെന്നെ 2 തവണ 3 തവണ ഇവിടേക്ക് വിളിച്ച് ഞാൻ ഇല്ലാന്ന് പറഞ്ഞ് അവസാനം എനിക്ക് വേറൊരു പരിപാടി ആ സമയത്ത് ഇല്ലാത്തതുകൊണ്ട് വന്ന് ഞാൻ ചെയ്ത് ഇന്നിപ്പോ GP എന്നുള്ള രീതിയിൽ ആളുകളിലേക്ക് എത്തിയത് ഇന്നും ഞാൻ 10 വർഷം മുമ്പ് ചെയ്ത ആ പ്രോഗ്രാമാണ്. സോ ദാറ്റ് വാസ് സംതിങ് ദാറ്റ് കെയിം ടു മീ വെരി ബ്യൂട്ടിഫുള്ളി. ഞാൻ കുറേ സംഭവങ്ങൾ ശ്രമിച്ചപ്പോൾ ഞാനൊരു തമിഴ് സിനിമയിൽ കീ എന്ന് പറഞ്ഞ സിനിമയിൽ വില്ലനായിട്ടൊക്കെ ഞാൻ അഭിനയിച്ചു. അത് ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഗംഭീരാക്കണം എന്നൊക്കെ പറഞ്ഞ് അതിലേക്ക് ഞാൻ എന്നെ തന്നെ ഫോക്കസ് ചെയ്തൊക്കെ ചെയ്താ. ആ സിനിമ കണ്ടിട്ടാണ് എനിക്ക് വൈകുണ്ഠപുരം വരുന്നത്. വൈകുണ്ഠപുരം ഞാൻ ചെയ്യണോ ചെയ്യേണ്ടതെന്ന് ആദ്യം എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം അതിനകത്ത് എനിക്ക് റോള് ഇവരെ എനിക്ക് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും കഥ പറഞ്ഞു തരുന്നില്ല. പിന്നെ ഇതിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാവില്ല. ഇവര് പറഞ്ഞു തരുമ്പോൾ ഇവർക്ക് കാര്യമായിട്ടൊന്നും പറയാനില്ല. അപ്പൊ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ദൈവമേ ഈ സിനിമ ചെയ്തിട്ട് ഞാൻ അതിനകത്ത് ആകെ ഒരു സീനിൽ മാത്രം വരുന്ന ഒരു സംഭവം ആയിപ്പോവോ, ഇങ്ങനത്തെ സംശയങ്ങളുണ്ടോ. കാരണം ഇതിനു മുമ്പ് ഫ്ലോപ്പായ ഒരു പടമാണെങ്കിലും മുഴുനീളം നിൽക്കുന്ന ഒരു വില്ലനായിട്ട് അഭിനയിച്ചു കഴിഞ്ഞിട്ട് അടുത്ത സീനിൽ 2 സീനുള്ള ഒരു സാധനം. കാരണം ഇത് ജീവയാണ്, തമിഴിലെ വലിയ ആക്ടറാണ്, അപ്പുറത്ത് അല്ലു അർജുനാണ്, അതും വലിയ ആക്ടറാണ്. അപ്പൊ അങ്ങനെയൊക്കെ സംശയമുണ്ട്. പക്ഷെ ഇത് എന്നെ തേടി വന്ന വേണോ വേണ്ടേ എന്നുള്ള കൺഫ്യൂഷൻ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ എനിക്ക് എപ്പോഴും നല്ലതായിരിക്കും.
കല്യാണവും ഇതന്നെയായിരുന്നു. കല്യാണം ഗോപികനെ പരിചയപ്പെട്ടതിന് ശേഷം എനിക്ക് ആദ്യം വേണം തോന്നി, നല്ലതാന്ന് തോന്നി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഗോപികയുടെ കൺഫ്യൂഷൻസ് ഉണ്ടപ്പോൾ പിന്നെ എനിക്ക് വേണ്ടാ തോന്നി. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇത് വേണ്ടാന്ന് പറഞ്ഞ് തിരിഞ്ഞു നടന്നു. പിന്നെ ഗോപികനെ പിടിച്ചു വലിച്ച് തിരിച്ച് കൊണ്ടുവന്നു. അപ്പോഴൊക്കെ ഈ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇതുപോലെ ചില സാധനങ്ങൾ അതൊരു നിമിത്തം പോലെ സംഭവിക്കുന്ന എനിക്ക് തോന്നുന്നു. അതൊക്കെ എപ്പോഴും എന്റെ ലൈഫിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. D4 ഡാൻസ് ഞാൻ ഏതോ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. D4 ഡാൻസ് ആണെങ്കിലും അല്ല വൈകുണ്ഠപുരമിലാണെങ്കിലും എന്റെ ലൈഫിൽ അടയാളങ്ങൾ, ഫസ്റ്റ് സിനിമയാണെങ്കിലും എന്റെ ലൈഫിലെ മൈൽ സ്റ്റോൺ ആണ്. അത് ഞാൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഞാൻ പ്ലാൻ ചെയ്യാതെ എന്നിലേക്ക് വന്നു ചേർന്നതാ. അപ്പൊ കല്യാണത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു സമയത്ത് അത് വന്നു ചേരും. ദ റൈറ്റ് പേഴ്സൺ വുഡ് കം ടു മീ അറ്റ് ദ റൈറ്റ് ടൈം. അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. അപ്പൊ അതുപോലെ ഞാൻ പരിചയപ്പെടുന്ന ആളുകൾ ചില നിമിത്തങ്ങളുണ്ട്. ഡോക്ടർ അഭിജിത് കർമ്മ അങ്ങനെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഈസ് ലൈക്ക് എന്റെ കൂടെ അന്റാർട്ടിക്കയിലേക്ക് വരെ അദ്ദേഹം ട്രാവൽ ചെയ്തു. അത് എന്നെ പോലെ ഒരു പ്രാന്തനായതുകൊണ്ടാണ്. ആൻഡ് വി ആർ ലൈക്ക് ഹെൽപ്പിംഗ് ഈച്ച് അതർ. ഞങ്ങളുടെ കോൺവെർസേഷൻസ് ആർ ഈവൻ മോർ കുറച്ചുകൂടെ ഡീപ്പ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പൊ ഒരു റൈറ്റ് ടൈമിൽ അദ്ദേഹത്തിനെ പരിചയപ്പെട്ടു. റൈറ്റ് ടൈമിൽ ആണ് ഞങ്ങളത്. അപ്പൊ അതുപോലെ ഒരു there is an energy force. പക്ഷെ എന്താണെന്നറിയോ, ഇത് സംഭവിക്കണമെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യണം. എക്സാക്ട്ലി. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ അതിനു വേണ്ടി കഷ്ടപ്പെട്ട് ഓക്കെ ഇപ്പൊ നിങ്ങൾ അതിന് പ്രാപ്തനാണെന്ന് തോന്നുമ്പോൾ നമ്മൾ അറിയാതെ ഒരു ഇറ്റ് വിൽ കം ടു യു. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലാതെ ഇത് വരും എന്ന് പറഞ്ഞ് നമ്മൾ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ വരൽ തന്നെ ഉണ്ടാവും. അതിങ്ങനെ വീട്ടിലിരിക്കൽ തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മളൊരു സംഭവത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓക്കെ നൗ യു ആർ റെഡി ഫോർ ഇറ്റ് എന്നുള്ളത് പ്രകൃതിക്ക് തന്നെ തോന്നും. അപ്പൊ നമുക്ക് എന്നാ പിടിച്ചോ. കാരണം എന്താ വെച്ചാൽ അതിലേക്ക് നമ്മളെ അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഓക്കെ കല്യാണം കഴിക്കാൻ ഇപ്പൊ യു ആർ റെഡി ഫോർ ഇറ്റ് എന്ന് തോന്നിയ സമയത്താണ് എന്റെ അത് നടന്നുള്ളൂ. ഇപ്പൊ ഞാൻ 32 വയസ്സിൽ കല്യാണം കഴിക്കാന്നൊക്കെ പറഞ്ഞിരുന്നു. അമ്മ അന്വേഷണമായിരുന്നു. എനിക്കാണെങ്കിൽ ഒരുപാട് ഇപ്പം ബാക്കി ആൾക്കാർ കല്യാണം കഴിക്കുന്ന സ്റ്റൈൽ നമുക്ക് മാട്രിമോണിയിലൊക്കെ പോയി അങ്ങനെ ഇത് ഒരുപാട് ഇതാക്കാൻ. കാരണം എനിക്ക് എന്റെ ഫാൻസ് മീറ്റിന് അങ്ങനെ ഒരു എന്നെ ടി വിയിൽ കണ്ടിട്ട് ഇതാണ് GP എന്ന് വിചാരിച്ചിട്ട് കല്യാണം നമുക്ക് എടുക്കാനും പറ്റില്ലല്ലോ. അപ്പൊ ഇതിന് ഭയങ്കര റെസ്ട്രിക്ഷൻസും ലിമിറ്റേഷൻസും ഉണ്ടായിരുന്നു കല്യാണം ആലോചിക്കുമ്പോഴൊക്കെ. പക്ഷെ ഒരു റൈറ്റ് മൊമെന്റിൽ ദിസ് ഹാപ്പൻഡ്. അതിനു മുമ്പൊന്നും സംഭവിക്കാത്തത് അതുകൊണ്ടായിരിക്കാം. മേ ബി ദിസ് ഇസ് വാട്ട് ഇറ്റ് ഇസ്. അപ്പൊ ഇപ്പോഴായിരിക്കും ഞാൻ അതിന് പ്രിപ്പയർ ആയി ഉണ്ടാവുക എന്ന് പ്രകൃതിക്ക് തോന്നിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോഴാണ് അതിന്റെ ഒരു പക്വത ഉണ്ടാവുക. അല്ലെങ്കിൽ ഇപ്പോഴാണ് ദ റൈറ്റ് ടൈം വിശ്വസിക്കുന്നു. പുതിയ ജനറേഷൻ, അതായത് ഇപ്പൊ നമ്മൾ ജെൻ ആൽഫ എന്ന് പറയുന്ന ആൾക്കാർ, ജെൻ സീസ്, ഇവരെ നോക്കിയിട്ട് ഇപ്പൊ അവരിൽ നിന്ന് നമുക്ക് കുറെ പഠിക്കാനുണ്ട്. ചിലപ്പോ നമുക്ക് ചിലപ്പോൾ അവരോട് ചിലത് ഷെയർ ചെയ്യാനും ഉണ്ടാവും. ലൈക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരിൽ നിന്ന് ഒബ്സർവ് ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അവരിൽ നിന്ന് ഒബ്സർവ് ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങൾ എനിക്ക് അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തത് എന്താ വെച്ചാല് എല്ലാവരും അവരുടെ ചുറ്റുപാടുകൾ അനുസരിച്ച് ഓരോ ആൾക്കാരും അവർ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു 10-35 കൊല്ലം മുമ്പ് ഞാൻ ജെൻസി ആയിരുന്നു. അന്നത്തെ ജെൻസി ആയിരുന്നു. അന്ന് 35 വയസ്സായുള്ള ആൾക്കാർ ഈ പിള്ളേരൊക്കെ എന്താ എങ്ങനെയാന്ന് എല്ലാത്തിനും ഉണ്ട്. ഇപ്പോഴത്തെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ദർ ആർ എ ലോട്ട് മോർ എക്സ്പോഷർ. സോഷ്യൽ മീഡിയ ഒരു ബ്ലാസ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. കുറേ രീതിയിൽ ടെക്നോളജി വളർന്നിട്ടുണ്ട്. സോ ദേ ആർ ലിവിങ് ഇൻ ദാറ്റ് സ്പേസ് ആൻഡ് സ്റ്റിൽ അതുമായിട്ട് അവർ പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോരുന്നു. അപ്പൊ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ചാലഞ്ചസും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ജെൻസിയിൽ എക്സെപ്ഷണലി വെല്ലായിട്ടുള്ള പെർഫോം ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ആകെ ഒന്നും ചെയ്യാൻ പറ്റാതെ അന്താളിച്ച് നിൽക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇത് എല്ലാ ജനറേഷനിലും, ഞങ്ങളുടെ ജനറേഷനിലും എല്ലാ ജനറേഷനിലും അത് ഉണ്ടായിരുന്നു. അപ്പോൾ ഡെഫിനറ്റ്ലി എക്സെപ്ഷണലി വെല്ലായിട്ട് നിൽക്കുന്ന ആൾക്കാരോട് നമുക്ക് എന്നും ഒരു ഇതാണ്. ഇപ്പം ചെറിയ പ്രായത്തിലുള്ള പിള്ളേര് 15 വയസ്സോ 20 വയസ്സുള്ള പിള്ളേരൊക്കെ ചില ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യുമ്പോൾ നമ്മളിത് ഗംഭീര പരിപാടിയാണല്ലോ എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അവരുടെ ആ ഒരു 20 ഇയേഴ്സിന്റെ എക്സ്പീരിയൻസ് മാത്രമേ അവർക്കുള്ളൂ. പക്ഷെ ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് അവര് വേറൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നത്. എന്നാൽ എന്നെക്കാൾ പ്രായമുള്ള ആൾക്കാർ ഇപ്പോഴും എന്നെ എത്രയോ അധികം ഇൻസ്പയർ ചെയ്തോണ്ടിരിക്കും. സോ എനിക്ക് അങ്ങനെ ഒരു സ്പെസിഫിക് ജനറേഷൻ അല്ലെങ്കിൽ ജെൻസിയിൽ നിന്ന് ഇന്ന സാധനങ്ങളാണ് ഞാൻ ഇൻസ്പയർഡ് അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ആൻഡ് ഐ ഫീൽ ദാറ്റ് എവ്രിവൺ ബിലോങ്സ് എവ്രിവെയർ. പക്ഷെ ഇന്ന് അവരുടെ their own ways അത്രയാണ് എനിക്ക് ഫീൽ ചെയ്തില്ല. അല്ലാതെ അവര് നല്ലത് നമ്മൾ മോശമോ നമ്മൾ നല്ലത് അവര് മോശമോ നമ്മളെക്കാൾ ഇതുള്ള അങ്ങനെയല്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ചാലഞ്ചസ് ആണ്. നിങ്ങളുടെ ചാലഞ്ചസ് ഗിവൺ സർക്കംസ്റ്റൻസസിൽ നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. ഇപ്പത്തെ എന്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ലാസ്റ്റ് ഇയേഴ്സ് ഒന്നും പ്രസക്തിയില്ല, വരാൻ പോകുന്നതിനും പ്രസക്തിയില്ല. ഞാൻ ഇപ്പോൾ ഉള്ള എന്റെ കണ്ടീഷനിൽ ഇവിടെ കുറെ ജെൻസി ഉണ്ട്, ഇവിടെ കുറെ ഓൾഡ് ജനറേഷൻ ഉണ്ട്. ഇതിന്റെ ഇടയിൽ എങ്ങനെയാണ് ഞാൻ എന്റെ സ്പേസ് കണ്ടെത്തുന്നത് എന്നുള്ളതാണ് എന്റെ ചാലഞ്ച്. ആൻഡ് ഐ ആം എൻജോയിങ് ദാറ്റ്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഇതിന് മുന്നേ എത്ര സമയം സംസാരിച്ചിട്ടുള്ളത് ഒരു കോമഡി ഷോയുടെ ഫ്ലോറിലാണ്.
അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ മെനി ഇയേഴ്സ് അല്ലേ അതെ 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 കുറച്ച് സമയം അതെ അതെ സംസാരിച്ചു ഇൻട്രസ്റ്റിംഗ് ഡ്രിഫ്റ്റ് അല്ലേ അന്ന് സംസാരിച്ച് ഇന്ന് സംസാരിച്ചത് തമ്മിൽ എന്തൊരു അന്തരമാണ് അല്ലേ ശരിക്ക് രണ്ട് സ്വഭാവം. നമ്മളിപ്പോ നേരത്തെ സംസാരിച്ച അതേ കണ്ടന്റ് ആണ് എനിക്ക് പറയാനുള്ളത്. ആ കോമഡി എനിക്ക് തോന്നുന്നത് അത് കാലത്തിന്റെ മാത്രമല്ല, ആ കോമഡി ഫ്ലോറിൽ എന്താണോ വേണ്ടത് അതാണ് എനിക്ക് ഏറ്റവും രസമായി തോന്നിയത്. ഈ അടുത്ത കാലത്ത് ഞാൻ അതിന്റെ കുറെ വിഷ്വൽസ് ഒക്കെ സോഷ്യൽ മീഡിയയില് നമ്മൾ ചെയ്ത ഡംഷറാഡ്സിന്റെ ഒക്കെ ചില വിഷ്വൽസ് ഒക്കെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അന്ന് ആ ഫ്ലോറിൽ വേണ്ട എനർജി എന്താണോ വൈബ് എന്താണോ അതാണ് നമ്മൾ അവിടെ സംസാരിച്ചത്. ഇന്നിവിടെ ഓഫ് സ്ക്രിപ്റ്റിൽ എന്താണോ നമുക്ക് വേണ്ടത് എനിക്ക് തോന്നുന്നു നമ്മൾ രണ്ടുപേരും ആ സ്പേസിലായിരുന്നു എന്ന് തോന്നുന്നു. ഐ എം വെരി ഹാപ്പി ഇറ്റ് ഈസ് സ്റ്റിൽ ഹാപ്പനിങ് അല്ലേ. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സ്റ്റാഗ്നന്റ് അല്ല. അപ്പൊ ഇനിയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. താങ്ക് യു താങ്ക് യു സോ മച്ച്.